എങ്ങനെയുള്ള സദഖ? അഖ്റജഹാ മിൻ മാലിഹി, തന്റെ ധനത്തിൽ നിന്ന് ഒരാൾ സദഖ ചെയ്തു. ഏതവസരത്തിൽ? ഫീ സിഹ്ഹതിഹി, ആരോഗ്യമുള്ള കാലത്ത്. കണ്ടോ, അവിടെ അണ്ടർലൈൻ ചെയ്യുക, ആരോഗ്യമുള്ള കാലത്ത്. ആ സദഖയോളം പുണ്യം രോഗം പിടിച്ചിട്ട് സദഖ ചെയ്യുന്നതിനില്ല. അയ്യു സദഖതി അഫ്ളൽ, നബി തങ്ങളോടുള്ള ചോദ്യമാണ്, ഒരു സഹാബിയുടെ ചോദ്യമാണ്. അയ്യു സദഖതി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ സദഖ, ധർമ്മം ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി നമ്മൾ മനസ്സിരുത്തി കേൾക്കുക. അൻത തസദ്ദഖ, നീ ധർമ്മം ചെയ്യലാണ്. വ അൻത സഹീഹുൻ ശഹീഹുൻ തഅമുലുൽ ഗിനാ വ തഖ്ശൽ ഫഖർ, നീ ധർമ്മം ചെയ്യലാണ് എപ്പോ? വ അൻത സഹീഹുൻ, ആരോഗ്യമുള്ളവനായിരിക്കെ. എന്താ കാരണം എന്നറിയോ? രോഗം ബാധിച്ച് ഇനിയിപ്പോ മരിക്കാൻ പോകുകയാണ് എന്ന് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും, ഇനി എനിക്കെന്തിനാ മുതലേ. അപ്പം എന്നാ കിടക്കട്ടെ, പള്ളിക്ക് ഇത്ര, തീങ്ങാനൊക്കെ ഇത്ര, എന്റെ മറ്റൊടത്തേക്ക് ഇത്ര, മറ്റവർക്ക് ഇത്ര, രോഗമൊക്കെ ഒന്ന് മാറട്ടെ, ഒക്കെ ഒന്നിതാകട്ടെ, അങ്ങനെയൊക്കെ. സഹീഹ്, നല്ല ആരോഗ്യമുള്ളവനായിരിക്കെ സദഖ ചെയ്യ്. എന്താ ആരോഗ്യമുള്ള സമയത്തും അല്ലാത്ത സമയത്തും സദഖ ഞാൻ വിശദീകരിക്കൊന്നും വേണ്ട, നമുക്കൊക്കെ അറിയാം. വ അൻത സഹീഹുൻ, അടുത്ത ഉപാധി പറയുന്നത്, കണ്ടീഷൻ. വ അൻത സഹീഹുൻ ശഹീഹുൻ, പണത്തോട് വലിയ ആർത്തിയുള്ളവനായിരിക്കെ. ലുബ്ദ് നിന്റെ മനസ്സിലുണ്ട്, കൊടുത്താ കുറഞ്ഞു പോകും, കൊടുത്താ കുറഞ്ഞു പോകും, കൊടുത്താ കുറഞ്ഞു പോകും, ഇങ്ങനെ പറയുന്ന കാലാണ്. അപ്പ കൊടുക്കണം. തഅമുലുൽ ഗിനാ, സമ്പത്തിനെ നീ വല്ലാതെ മോഹിച്ചു നടക്കുന്ന കാലം. വതഖ്ശൽ ഫഖറ, ദാരിദ്ര്യം വരുമോ എന്ന് നീ വല്ലാതെ പേടിക്കുന്ന കാലം. അക്കാലത്ത് കൊടുക്കുന്ന സദഖയോളം ശ്രേഷ്ഠമായ ഒരു സദഖ വേറെയില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഒരാൾ തന്റെ സമ്പത്തിൽ നിന്ന് ചെലവഴിച്ചു. ഫീ സിഹ്ഹതിഹി, അയാൾക്ക് ആരോഗ്യമുള്ള കാലത്ത്. വഹയാതിഹി, അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്തും അങ്ങനെ കൊടുത്ത ധർമ്മം, ആ വിധത്തിലുള്ള വഖഫുകൾ, യൽഹഖുഹു മിൻ ബഅദി മൗതിഹി, അയാൾ മരിച്ചാലും അയാളിലേക്ക് അതിന്റെ നന്മകൾ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഇതിൽ ഏതെങ്കിലും ഒരു അസർ ബാക്കിയാക്കുവാൻ നമുക്ക് സാധിച്ചാൽ, നല്ല നിയ്യത്തോടെ, എത്രത്തോളം സ്വകാര്യമായി നിർവഹിക്കാനാകുമോ അത്രത്തോളം സ്വകാര്യമായാൽ അത്രയും നല്ലത്. നിർവഹിക്കാൻ സാധിച്ചാൽ ഇതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും.